الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് നമുക്ക് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح. ورأيت الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفر إنه كان توابا. إذا جاء എന്നത് നീട്ടി ഓതണം. ജാ എന്ന മദ് ജീമിന് നീട്ടാനുള്ള അലിഫിന് ശേഷം ഹംസ വന്നു. അപ്പോൾ നന്നായി നീട്ടി ഉച്ചരിക്കണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് ഓതരുത്. താഇന് സുക്കൂനാണ്. ഹാവ് നമ്മൾ നിർത്തുമ്പോൾ ഹായിന് സുക്കൂനാക്കിയിട്ടാണ് നിർത്തുന്നത്. അതുകൊണ്ട് വൽ ഫത്ഹ് എന്ന് വേണം ഉച്ചരിക്കാൻ. വൽ ഫത്ഹ്. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر. അവിടെ തർക്കീക്ക് ചെയ്ത് വേണം ഉച്ചരിക്കാൻ. തർക്കീക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രാ എന്ന ശബ്ദം കേൾപ്പിക്കാന്നാണ്. തഫ്ഹീം എന്ന് പറഞ്ഞാൽ റാ എന്ന ശബ്ദം കേൾപ്പിക്കുക. റാ തർക്കീക്ക് എന്ന് പറഞ്ഞാൽ രാ രി എന്നൊക്കെയുള്ള ശബ്ദം. വസ്തഗ്ഫിർഹു കൂട്ടി ഓതുമ്പോൾ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഒരു പ്രാവശ്യം കൂടി ഓതുക. إذا جاء نصر الله والفتح. ورأيت الناس يدخلون في دين الله أفواجا. فسبح بحمد ربك واستغفر إنه كان توابا. ഈ സൂറത്ത് മദനിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. 3 ആയത്തുകളാണ് സൂറത്തിലുള്ളത്. ഇദാ ജാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വന്നു. ഇദാ ജാ വന്നാൽ. ഇജ്ജാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് മാളിയെ സൂചിപ്പിക്കാനാണ്, കഴിഞ്ഞ സന്ദർഭം സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഇദാ എന്ന് പറഞ്ഞാലോ വരാൻ പോകുന്നതാണ്. ഇദാ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതും ഇത് എന്നത് കഴിഞ്ഞു പോയതും. ഇദാ ജാ വന്നാൽ എന്ത് വന്നാൽ? നസ്റുല്ലാഹ്. നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം. നസറ സഹായിച്ചു, യൻസുറു സഹായിക്കും. നസ്റുല്ലാഹി അള്ളാഹുവിന്റെ സഹായം. അള്ളാഹുവിന്റെ സഹായം എന്ന് അള്ളാഹുവിലേക്ക് ഇലാഫത്ത് ചെയ്യാന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹി എന്ന് വന്നിട്ടുള്ളത്. നസ്റുല്ലാഹി. ഒരു സാധനത്തേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ അതിന് ഏതിലേക്കാണോ ചേർക്കുന്നത് അതിന് കസർ വരും. ഇപ്പൊ കലമു മുഹമ്മദിൻ എന്ന് പറയാം, മുഹമ്മദിന്റെ പേന. ബൈത്തു മുഹമ്മദിൻ, അങ്ങനെ അതിന് കസർ കൊടുക്കും. അതുകൊണ്ടാണ് ബൈത്തു നസ്റുല്ലാഹി എന്ന് പറഞ്ഞിട്ടുള്ളത്. നസ്റുല്ലാഹി വൽ ഫത്ഹു. നസ്റു വൽ ഫത്ഹു. നസ്റും ഫത്ഹും വന്നാൽ അള്ളാഹുവിന്റെ സഹായവും. ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഫതഹ തുറന്നു. ഇഫ്തഹ് തുറക്കുക. മറ്റൊരർത്ഥം എന്താണ്? വിജയം ഒരർത്ഥത്തിൽ തുറക്കലാണ്. ഒരു തുറവി എന്ന് പറയും. മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരു വാക്കുണ്ട്, തുറവി. ഒരു വിജയം, നാടുകൾ തുറക്കലാണ്. മുസ്ലിങ്ങൾ എന്താണ് ഇതാ ഫത്ഹൽ ബിലാദ് എന്ന് പറയും.
നാടുകൾ ഓരോ നാടുകളായി തുറന്ന് അതിന്റെ വാതിൽ തുറന്നു അതിന്റെ അടുത്ത് കയറാന്ന് പറഞ്ഞാൽ ആ നാട് ജയിച്ചടക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ വിജയം തുറക്കും, വാതിൽ തുറക്കുക മനസ്സിലായി. വിജയം എന്നും തുറവി എന്നും അർത്ഥം പറയാം. അള്ളാഹുവിന്റെ വിജയം അവന്റെ ഭാഗത്തു നിന്നുള്ള. ഒരാളൊരു കുടുക്കിൽപ്പെട്ടു, ഒരാകെ കുടുക്കിൽപ്പെട്ടാൽ അയാൾ ഒരു റൂമിനകത്ത് കുടുങ്ങിപ്പോയ ഒരാളെ പോലെ ഉപമിക്കാം. അയാൾക്ക് ആ വാതിൽ തുറന്നെടുത്താലോ അത് രക്ഷപ്പെട്ടു. ഒരു വിജയമാണ് അവിടെ വന്നത്, ഒരു തുറവിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടും സമാനമായ, ഏകദേശം സമാനമാണ്, എന്നാൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ പറയാം. ഇതുപോലെ ഒരാള് നവറ എന്ന് പറഞ്ഞാൽ നോക്കാന്നാണ്. നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുടെ ഒരു സിമ്പലാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുക എന്നൊരർത്ഥവും നല്ലർക്ക് കാണാം. നോക്കുക, അതുപോലെ കാത്തിരിക്കുക അല്ലെ. അതുപോലെ ഹസബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹസിബ പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ ഒരർത്ഥം എന്താണ്? കണക്കൂട്ടുക എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ആലോചിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ തന്നെ പറയാ കാര്യം ഞാൻ ഇങ്ങനെ കണക്കൂട്ടിയ. കണക്കൂട്ടല്ല, ആലോചിക്കുന്നതാണ്. അന്നതുപോലെ അറബിയിൽ കാണാം അല്ലെ. ഹസിബ അയാൾ വിചാരിച്ചു, അതുപോലെ കണക്കൂട്ടിന്നു. രണ്ടും അർത്ഥം സമാനമായ അർത്ഥങ്ങളാണ്. അങ്ങനെ വാക്കുകൾക്ക് ഉണ്ടാവാം. വൽഫത്ഹ് വിജയം, അല്ലെങ്കിൽ അള്ളാഹു തുറവി, അള്ളാഹുവിന്റെ സഹായവും തുറവിയും വന്നാൽ. വറഅയ്ത നീ കണ്ടാൽ, ഇവിടെ ഇതാന്നുള്ളത് റഅയ്തക്കും കൂടി യോജിക്കും. വറഅയ്ത റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, റഅയ്തു ഞാൻ കണ്ടു, റഅയ്ത നീ കണ്ടു, റഅയ്ന ഞങ്ങൾ കണ്ടു. വറഅയ്ത നീ കാണുകയും ചെയ്താൽ. ആരെ കണ്ടാൽ? അന്നാസ ജനങ്ങളെ കണ്ടാൽ. അന്നാസ എന്ന് ജനങ്ങൾക്ക് ഫത്ഹ് നസ്ബ് ചെയ്തിട്ടുള്ളത് ജനങ്ങളെയാണ് കാണുന്നത്. ജനങ്ങൾ ഇവിടെ ഒബ്ജക്റ്റാണ്, മഫ്ഊൽ എന്ന് പറയും. കണ്ടതാരാ? നീ. ഫായിൽ നീയാണ്. മഫ്ഊൽ ആരാ? നാസ. അപ്പൊ മഫ്ഊലിന് എന്ത് പറയും? മഫ്ഊലിന് നസ്ബ് ചെയ്തിട്ടാണ് പറയാം. ഇപ്പൊ ദറബ സയ്യിദുൻ അംറൻ അറബിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണമാണ്. ദറബ ഫായിൽ മഫ്ഊൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണമാണ് ദറബ സയ്യിദുൻ അംറൻ. അതിന്റെ പിന്നിൽ ഒരു കഥയൊക്കെ ഉണ്ട്. ദറബ സയ്യിദുൻ അംറൻ, സയ്യിദ് അംറിനെ അടിച്ചു. അപ്പൊ ദറബ പ്രവൃത്തിയാണ്, ഫിഇലാണ്. ഫിഇൽ സയ്യിദ് എന്നുള്ളത് ഫായിലാണ്, പ്രവൃത്തി ചെയ്ത ആൾ. അതുകൊണ്ട് ദറബ സയ്യിദുൻ, സയ്യിദിന് ലമ്മ്, അടിയിട്ടതായിരിക്കാം അംറിന്. അതുകൊണ്ട് അംറൻ, അംറ് മഫ്ഊലാണ്. അപ്പൊ മഫ്ഊലിന് ഫത്ഹും പിന്നെ ഫായിലിന് ലമ്മും. റഫ്ഉം നസ്ബും എന്ന് പറയും. ലമ്മിനാണ് പൊതുവെ റഫ് എന്ന് പറയാനുള്ളത്, നസ്ബിനാണ് ഫത്തഹിനാണ് പൊതുവെ നസ്ബ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നാസിനെ നസ്ബ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളെ ആണ് കാണുന്നത്, മഫ്ഊലാണ്. വറഅയ്തന്നാസ നീ ജനങ്ങളെ കണ്ടാൽ. ഏത് നിലയിൽ കണ്ടാൽ? യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു, അവർ പ്രവേശിക്കുന്നു. ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കുന്നു, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നു. ജനങ്ങൾ നീ കണ്ടാൽ, പ്രവേശിക്കുന്നവരായി കണ്ടാൽ. എവിടെയാണ്? ഫീ ദീനില്ലാഹ്, എവിടെ? അള്ളാഹുവിന്റെ ദീനിൽ. ദീനുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീൻ, ദീനുല്ലാഹി. നേരത്തെ നസ്റുല്ലാഹി എന്ന് പറഞ്ഞത് ദീനുല്ലാഹിയാണ്. പിന്നെ ദീനി എന്ന് വരാനുള്ള കാരണം ഫീ വന്നതുകൊണ്ട്. ഫീ വന്നാൽ തൊട്ടു ശേഷമുള്ള വാക്കിന് കെസർ കൊടുക്കും, തൊട്ടു ശേഷമുള്ള ഇസ്മിന്, പേരിന്. ഫീ ദീനില്ലാഹ് അള്ളാഹുവിന്റെ ദീനിൽ ജനങ്ങൾ പ്രവേശിക്കുന്നവരായും നീ കണ്ടാൽ. എങ്ങനെയാണ്? അഫ്വാജ. അഫ്വാജ് എന്താ? കൂട്ടം കൂട്ടമായി. അഫ്വാജൻ കൂട്ടം കൂട്ടമായി. ഫൗജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അല്ല. സൂറത്തുൽ മുൽക്കില്ലേ ഫൗജ് എന്നുള്ള വാക്ക്? എന്താ? എന്താ ആയിട്ട്? ഫൗജുൻ അല്ലെ. ഫൗജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. ഫൗജ് ഒരു കൂട്ടം, അതിന്റെ ബഹുവചനമാണ് അഫ്വാജ്, കൂട്ടങ്ങൾ. ഖൗൽ അഖ്വാൽ അല്ലെ. ഖൗൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്ക്. അഖ്വാൽ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൾ, വർത്തമാനങ്ങൾ. അതുപോലെ ഫൗജ്, അഫ്വാജ്. അഫ്വാജ് കൂട്ടങ്ങൾ, കൂട്ടമായി ജനങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിക്കുന്നതും നീ കണ്ടാൽ. അപ്പോൾ സബ്ബിഹ് നീ തസ്ബീഹ് നടത്തുക, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. അള്ളാഹുവിനെ എല്ലാ ന്യൂനതകളിൽ നിന്നും നീ പരിശുദ്ധനാക്കുക. അള്ളാഹു പരിശുദ്ധനാണ്, ഒരു ന്യൂനതയും അള്ളാഹുവിനില്ല. ബിഹംദി റബ്ബിക്, ബിഹംദ് എന്തിനോടൊപ്പം? ഹംദിനോടൊപ്പം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ആരൊക്കെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വലതുണ്ട്, അതുപോലെ
അള്ളാഹ്ക്ക് പെൺമക്കളുണ്ട്, അള്ളാഹ്ക്ക് വലുതുണ്ട്, അള്ളാഹ്ക്ക് പങ്കാളികൾ എന്ന് പറഞ്ഞ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയതെല്ലാം നിഷേധിക്കലാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ. എല്ലാ മോശമായ ഗുണങ്ങളും അള്ളാഹുവിൽ നിന്ന് ഇല്ല എന്ന് പറയൽ. അള്ളാഹു പരിശുദ്ധനാണ്, ഇതൊന്നും ഇല്ലാത്തവനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് പറയലാണ് തസ്ബീഹ്. ഹംദോ എല്ലാ നല്ല ഗുണങ്ങളും അള്ളാഹുവിനുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ ഗുണങ്ങളെല്ലാം അള്ളാഹുവിന് സ്ഥാപിക്കലാണ്. അതാണ് ഹംദ് എന്ന് പറഞ്ഞാൽ, സ്തുതി, ഹംദ്. യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. ഫസബ്ബിഹ്, നിന്റെ നീ തസ്ബീഹ് നടത്തുക, ബിഹംദി, ഹംദിനോടൊപ്പം, റബ്ബിക്ക്, നിന്റെ റബ്ബിനെ, നിന്നെ പഠിച്ച, നിന്നെ നിയന്ത്രിക്കുന്ന, നിന്റെ ഉടമസ്ഥനായ നിന്റെ റബ്ബിനെ, അള്ളാഹുവിനെ നീ തസ്ബീഹും തഹ്മീദും നടത്തുക. വസ്തഗ്ഫിർഹു, എന്ത് ചെയ്യുക? നീ അവനോട് പാപമോചനം, ഇസ്തിഗ്ഫാർ നടത്തുക. ഗഫറ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്തു. ഇസ്തഗ്ഫർ എന്നാണ് പൊറുക്കാൻ വേണ്ടി ചോദിച്ചു എന്നാ. ഇസ്തഗ്ഫറ, പൊറുക്കാൻ വേണ്ടി ചോദിക്കുക. അള്ളാഹുവിനോട് അവന്റെ അവൻ പുറത്തു തരാൻ വേണ്ടി അവനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. എന്റെ റബ്ബിനെ നീ തസ്ബീഹും തഹ്മീദും നടത്തുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അവനാരാണ്? തവ്വാബൻ, തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹുവിലേക്ക് അടിമ ഖേദിച്ചു മടങ്ങുമ്പോൾ അവനിലേക്ക് മടങ്ങുന്നവനാണ് അള്ളാഹു. അവന്റെ തൗബ സ്വീകരിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുന്നവനാണ് അള്ളാഹു റബ്ബിൽ. അടിമയെയും തവ്വാബ് എന്ന് പറയും, അള്ളാഹുവിനെയും അത്തവ്വാബ് എന്ന് പറയും. രണ്ടർത്ഥത്തിലാണ്. അടിമ തവ്വാബ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങുക, ഖേദിച്ചു മടങ്ങുക. അള്ളാഹു തവ്വാബ എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റെ തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അവനിലേക്ക് മടങ്ങുക. നീ അള്ളാഹുലേക്ക് നടന്നു ചെന്നാൽ അള്ളാഹു നിന്നിലേക്ക് ഓടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അത് അള്ളാഹു അങ്ങനെയാണ്. അല്ലാഹു അഫ്റഹു മിൻ തൗബത്തിക്കും, അള്ളാഹു നിങ്ങളുടെ തൗബ കൊണ്ട് സന്തോഷിക്കുന്നു. ഏതുപോലെ ഒരു മനുഷ്യന് മരുഭൂമിയിൽ വെച്ച് അവന്റെ വാഹനമൃഗം നഷ്ടപ്പെട്ടു, എല്ലാം അവന്റെ സാധനങ്ങളൊക്കെ വെച്ചത് നഷ്ടപ്പെട്ടു. എന്നിട്ട് പെട്ടെന്ന് അവനിങ്ങനെ ആകെ ദുഃഖിതനായി ഒരു മരച്ചോട്ടിൽ ഉറങ്ങാൻ കിടന്ന് കണ്ണുറ നോക്കുമ്പോ ഇത് മുന്നിൽ കണ്ടു. അയാൾ സന്തോഷം കൂടിയിട്ട് അള്ളാഹു എന്റെ അബ്ദ്, ഞാൻ അള്ളാന്റെ റബ്ബാന്ന് പറഞ്ഞുപോയി. സന്തോഷം കൂടി വാക്ക് മാറിപ്പോയതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് ഷർത്ത് വെച്ചിട്ടുള്ളത്, ഒരാളെ കാഫിറാണെന്ന് പറയാൻ ഉലമാക്കളാണ് പറയേണ്ടത്. തയ്യീൻ ചെയ്ത് വ്യക്തികളെ പറയുമ്പോൾ ഷർത്തുകൾ കൂടും. മൊത്തത്തിൽ അള്ളല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാഫിറാന്ന് പറയുന്നതും ഒരാൾ കാഫിറാന്ന് പറയുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. തയ്യീൻ ചെയ്ത് പറയേണ്ടത് ഉലമാക്കളാണ്. മാത്രമല്ല അതിലുള്ള ഷർത്തുകളിൽ ഒന്നെന്താണ്? അൽ ഖസ്ദു അൽ ഇഖ്തിയാർ. ഇയാള് ഉദ്ദേശത്തോടെ സ്വബോധത്തോടെ പറഞ്ഞായിരിക്കണം, ഇതുപോലെ പറഞ്ഞതാകാൻ പാടില്ല. ഇതെന്താണ് അയാള് ആലോചിച്ച് പറഞ്ഞല്ല, സന്തോഷം കൂടിയപ്പോ വാക്ക് തെറ്റിപ്പോയതാണ്. ആ മനുഷ്യനേക്കാളും അള്ളാഹു സന്തോഷിക്കും നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്ത്, ഈ സൂറത്തിനെ കുറിച്ചുള്ള ഒരു ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗല് കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ ഖാല ലി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, യാ ഇബ്നു ഉത്ബ, ഇബ്നു ഉത്ബയോട് പറഞ്ഞു, അതഅലം, നിനക്കറിയുമോ, ആഖിറ സൂറത്തിൻ മിനൽ ഖുർആൻ നസലത്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവസാനമായി ഇറങ്ങിയ സൂറത്ത് ഏതാണെന്ന് നിനക്ക് അറിയുമോ? ഒരു സൂറത്തായി പരിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയത് ഏതാണ്? ഈ സൂറത്താണ്. സൂറത്തു നസ്റാണ്. സൂറത്തു നസ്ർ. സൂറത്ത് എന്ന നിലക്ക്, ആയത്ത് എന്ന നിലക്കല്ല, സൂറത്ത് എന്ന നിലക്ക്. അതഅലമു ആഖിറ സൂറത്തിൻ മിനൽ ഖുർആൻ നസലത്, ഇബ്നു ഉത്ബ, നിനക്കറിയുമോ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അവസാനം ഇറങ്ങിയ സൂറത്ത്? ഖുൽതു, ഞാൻ പറഞ്ഞു. ഇബ്നു ഉത്ബ പറഞ്ഞു, നഅം, എനിക്കറിയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഖാല, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറഞ്ഞു, സദഖ്ത, നീ പറഞ്ഞത് സത്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി തഫ്സീർ അടുത്ത ആഴ്ച പറയാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زد لنا علما وفهما. اللهم بارك في هذا البيت وفي أهله. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.